ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് 128/2024 LD ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോ ഇതെല്ലാം ഫൈനൽ ആൻസർ കീ പ്രകാരം തയ്യാറാക്കിയതാണ്. ഇതിലെല്ലാ ആൻസറുകളും. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ആണ്. അതായത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അത് ശരിയാണ്. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻറീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അതും ശരിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. അതായത് കുളച്ചൽ യുദ്ധം നടന്നത് 1748 അടുത്തത് ഡച്ച് ഗവർണർ ആയിരുന്ന വാൻറീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചെന്നാണ്? ഏത് സമ്മേളനമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അമരാവതി സമ്മേളനം. അടുത്തത് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാമെന്നാണ്? APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. ഇത് നമുക്ക് നോക്കുമ്പോഴേ അറിയാം, ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. അത് എന്താണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അത് തെറ്റാണ്. പിന്നെ മൂന്നാമത്തത്, ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അതും തെറ്റാണ്. പിന്നെ ശരിയായത് നമുക്ക് പറയാം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. മറന്നു പോകരുത്, 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരെന്നാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ചത് ആരാണ്? VP മേനോൻ. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ചത്. അടുത്തത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇത് ആ സമയത്തെയാണ്. നമുക്കിപ്പോ ആ സമയത്ത് അഡ്വക്കേറ്റ് K രാജനായിരുന്നു. ഇപ്പോഴാരാണ്? ഇപ്പോൾ AP അനിൽകുമാർ ആണ്. AP അനിൽകുമാർ ആണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. AP അനിൽകുമാർ, മറന്നു പോകരുത്. അടുത്തത്, 7ാമത്തത്, പ്രസ്താവന 1, സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെന്നാണ്? ശരിയായവ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന 2 ആണ് ശരി. അതായത് മധ്യരേഖാ പ്രദേശങ്ങളിലും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ശരിയാണ്. നമുക്ക് ബലം കൂടുകയാണ് ചെയ്യുന്നത് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും, അല്ലെ? നമ്മുടെ ഭാരവും അങ്ങനെയൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രസ്താവന 2 മാത്രമാണ് ശരി. അതെ, ശരിയായ പ്രസ്താവനയാണ് പ്രസ്താവന 2. അടുത്തത്, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? തീവ്ര ഉപജീവന കൃഷി, ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. തീവ്ര ഉപജീവന കൃഷിയാണ്. അടുത്തത്, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണെന്നാണ്? ഉച്ചമർദ്ദ മേഖല ഏതാണ്? ഓപ്ഷൻ സി ആണ്, മസ്കറൻ ഹൈ ആണ് മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. അടുത്തത്, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണെന്നാണ്? ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? പശ്ചിമഘട്ടമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? അപ്പൊ നമുക്ക് തെറ്റായ പ്രസ്താവന മാത്രം നമുക്ക് പറയാം.
ഇവയൊന്നുമല്ല. അതായത് ഇത് എല്ലാം ശരിയാണ്. എന്താണ്? വലനം. ഫോൾഡിങ് കാരണമാണ് രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ്. മറന്നു പോകരുത്, വലനം കാരണമാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ പർവ്വതം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് എല്ലാവർക്കും അറിയാം. ഇതിന്റെ താരതമ്യേന പ്രായം കുറഞ്ഞതാണ്, സംയോജക സീമയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. നമുക്കറിയാലോ സംയോജക സീമ, വിയോജക സീമ, അതെല്ലാം നമുക്കറിയാം. കൺവെർജന്റ്, ഡൈവർജന്റ് ഒക്കെ അറിയാലോ. അടുത്തത് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്നാണ്. അതായത് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? CS മീനാക്ഷി. അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഇതെല്ലാം ശരിയാണ്. അതായത് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോതമ്പ് വിപ്ലവം എന്നാണ് പറഞ്ഞത്. പിന്നെ വേറെന്താണ്? ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു, ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, ഇത് 4ഉം ശരിയാണ്. അടുത്തത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. അടുത്തത് WTO നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995-ലാണ്. ഇനി അടുത്ത ലോകബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ്? ലോകബാങ്കിന്റെ മറ്റൊരു പേര് IBRD എന്നാണ് ലോകബാങ്കിന്റെ മറ്റൊരു പേര്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണെന്നാണ്? പുത്തൻ സാമ്പത്തിക നയങ്ങൾ. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്നാണ്. അതായത് ഗൾഫ് യുദ്ധം 1991-ലാണ്, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇതെല്ലാം ശരിയാണ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഇത് അന്നത്തെ സമയത്ത് ശക്തികാന്ത ദാസ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴാരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ഗവർണർ, സഞ്ജയ് മൽഹോത്ര. ഇദ്ദേഹം എത്രാമത്തെ ഗവർണർ ആയിരുന്നു എന്നറിയാവോ? 26ാമത്തെ ഗവർണറാണ്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അടുത്തത് 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2022-23 അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 21ാമത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അതായത് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അപ്പൊ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് മൗലിക അവകാശങ്ങൾ നമുക്ക് അറിയാം, ഇവിടുന്ന് കടമെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്, അത് ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. അടുത്തത് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? only 1 ആണ്, ഇത് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ, അതല്ലാതെ മുനിസിപ്പൽ കോടതിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേറെ പലതരത്തിലുള്ള കോടതികളുണ്ട്, കീഴ്ക്കോടതികൾക്കൊന്നും റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഇതില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ, അതാണ് ശരിയായത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്? ശരിയായ പ്രസ്താവന മാത്രം പറഞ്ഞാൽ മതി, ഇവയെല്ലാം ശരിയാണ്. അതായത് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല, ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നമുക്ക് ശിക്ഷ വിധിക്കാനുള്ള ഒരു അധികാരമല്ല, ഇല്ലല്ലോ, അത് നമുക്കറിയാം. ഗവൺമെന്റിനോട് നമുക്ക് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, നമുക്ക് ശുപാർശ ചെയ്യാനുള്ള ഇതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. പിന്നെ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ, അതായത് ഇത്ര ഓർത്താൽ മതി, ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഈ മനുഷ്യാവകാശ കമ്മീഷനുള്ളൂ, അല്ലാതെ അത് വിധിക്കാനുള്ള അധികാരമൊന്നും അവർക്കില്ല. അടുത്തത് നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്നാണ്? ഉൾപ്പെടുന്നവ only 1 and 2 ആണ് ഉൾപ്പെടുന്നത്. അതായത് ഏക പൗരത്വ നിയമം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്,
പിന്നെന്താണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇതാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? only 2 and 3 ആണ്. 2 and 3 ആണ്. അതായത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. മനസ്സിലായില്ലേ? അതായത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമിതിയിൽ അംഗങ്ങളല്ല. സംസ്ഥാന നിയമസഭകളിൽ ആരും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന അതിൽ അംഗമല്ല. അടുത്തത് കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഇതില് കോടതികളുമായി ബന്ധപ്പെട്ട എല്ലാം ശരിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അതും ശരിയാണ്. അടുത്തത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? കേന്ദ്ര ലിസ്റ്റിൽ ഏതാണ്? only 1 and 2 ആണ് ശരി. അതായത് വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഇത് രണ്ടും ശരിയാണ്. കേന്ദ്ര ലിസ്റ്റിലാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ്. അതായത് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. ശരിയാണ്. അപ്പൊ ഈ ലിസ്റ്റുകൾ നമ്മൾ ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട്. ലിസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് അതൊരു ഹോട്ട് ടോപ്പിക് ആണ്, അത് പഠിച്ചു വെക്കുക. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. അടുത്തത് സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. അത് ശരിയാണ്. പിന്നെ ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന. അടുത്തത് ശരിയായത് 2 and 3 ആണ് ശരി. ഇതാണ് ശരി. അതായത് 74-ാം ഭേദഗതിയിലൂടെയാണ് നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നത്. അത് ശരിയാണ്. അടുത്തത് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ശരിയാണ്. 226 നമ്മുടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും 32 ആണ്. അടുത്തത് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? വനിതാ കമ്മീഷൻ, കേരളത്തിലെ വനിതാ കമ്മീഷൻ. അപ്പൊ 31-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1 and 2. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അതായത് അന്നത്തെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോ ഇത് രണ്ടുമാണ് ശരി. ഒരു മിനിറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് only 1 and 3, അത് ശരിയാണ്. 1 and 3 ഇത് ശരിയാണ് കേട്ടോ. 32-ാമത്തത്, അതായത് ഇതില് ആ സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? അത് എം ഷാജഹാൻ ആയിരുന്നു. ഇപ്പോ ആരാണ്? ഇതിൽ 3-ാമത്തെ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. പക്ഷെ ഇപ്പോഴത്തെ ആരാണ്? എൻ ശേഷാദ്രിനാഥനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. എൻ ശേഷാദ്രിനാഥനാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹം 2026 ജൂലൈയിലാണ് അധികാരമേറ്റത്. 2026 ജൂലൈയിലാണ് എൻ ശേഷാദ്രിനാഥൻ. അപ്പൊ അന്നത്തെ സമയത്താണ് എ ഷാജഹാൻ. അടുത്തത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ശരിയാണ്. അതായത് 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി കാറ്റലിൻ ക്യാരിക്കോയാണ്. അടുത്തത് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഏതാണ്? കൂനോ ദേശീയോദ്യാനമാണ് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ചീറ്റകളെ പുനരധിവസിപ്പിച്ചത്. അടുത്തത് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശലഭം. അതായത്
സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി തൈമോസിൻ തൈറോക്സിൻ, അതായത് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി. അപ്പൊ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ പാരാതെർമോൺ, സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്. ഓക്കെ. അടുത്തത് കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഹൃദയാഘാതമാണ്. പിന്നെ നമ്മുടെ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സതീദേവി തന്നെയാണ്. അത് പറയാൻ വിട്ടുപോയതാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ശരിയായ പ്രസ്താവന മാത്രമാണ് ജീവകം B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പൊ തെറ്റാന്ന് നമുക്ക് പറയണ്ട. അടുത്തത് മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണെന്നാണ്? മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഫൈലേറിയൽ വിര. അടുത്തത് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണ്? പിത്തരസം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? 1ഉം 2ഉം ആണ് ദൂരത്തിന്റെ യൂണിറ്റ്. അതായത് മീറ്ററും പ്രകാശവർഷവും, അത് രണ്ടുമാണ് ദൂരത്തിന്റെ യൂണിറ്റ്. അടുത്തത് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകാശ പ്രകീർണനമാണ് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം. അടുത്തത് മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ആണെങ്കിൽ ആ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്നാണ്? ആപേക്ഷിക സാന്ദ്രത 0.810. അതാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. അടുത്തത് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതെന്നാണ്? വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C-57. അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പ്രഗ്യാനാണ് ലൂണാർ റോവറിന്റെ പേര്. റോവർ പ്രഗ്യാൻ. ഏതാണ് കേവല 0 ഊഷ്മാവ്? കേവല 0 ഊഷ്മാവ് ഏതാണ്? -273°C. അടുത്തത് S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് ഏതാണെന്നാണ്? S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങളാണ്. അടുത്തത് ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം ഏതാണ്? രൂപാന്തരത്വം ഏതാണ്? കാർബൺ നാനോ ബഡുകളാണ് പുതിയ രൂപാന്തരത്വം പ്രകടിപ്പിക്കാൻ നമുക്കറിയാം, ഫോസ്ഫറസ് ഒക്കെ അല്ലെ. ഇവരിൽ ആർക്കാണ് 2023 രസായനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? മൗഗ്ലിൻ ജി ബവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേയേക്കിമോവ്. അവർക്ക് 3 പേർക്കുമാണ് നമുക്ക് എന്താണ് 2023 അന്നത്തെ CA ആണ്. അടുത്തത് ഉചിതമായത് ചേർത്ത് എഴുതുക. 52ാമത്തെ ഉചിതമായി ചേർത്ത് എഴുതുക. അതിന്റെ ആൻസർ ഓപ്ഷൻ D ആണ് കേട്ടോ. 1, 3. അടുത്തത് 2, 1, 1, 3, 2, 1. അടുത്തത് 3, 5, 4, 2. ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. അതായത് താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുക എന്നേ വരൂ. അതാരാണ് പറഞ്ഞത്? KR ടോണിയാണ് പറഞ്ഞത്. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരും. അത് പറഞ്ഞത് PP രാമചന്ദ്രനാണ്. മഴക്കാലമാണ് മറക്കണ്ട കുഞ്ഞ്, മനസീർപ്പമാർന്ന് മഹാരോഗമെന്നും വരുത്തേണ്ട കുഞ്ഞ് എന്ന് പറഞ്ഞത് അൻവർ അലിയാണ്. അടുത്തത് സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് പറഞ്ഞത് OP സുരേഷാണ്. അടുത്തത് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം ആണ് ശരി. അതായത് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം രൂപീകരിച്ചു, അത് ശരിയാണ്. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. മറന്നുപോകരുത്, ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം രൂപീകരിച്ചത് ആരംഭിച്ചു, അത് ആത്മവിദ്യാ സംഘമാണ്. അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി.
അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും PYQ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മെച്ചപ്പെടും. പിന്നെ നമ്മൾ അത് ആ ക്വസ്റ്റ്യന്റെ എവിടെയെങ്കിലും നമുക്ക് കണ്ടാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ 2ഉം 4ഉം ആണ് ശരി. അതായത് ഓപ്ഷൻ ബി 2 കാസ്ലിംഗ്, അത് ശരിയാണ്. കാസ്ലിംഗ് ശരിയാണ്. അടുത്തത് 4 സ്റ്റെയിൽ മേറ്റ്, അത് രണ്ടും ശരിയാണ്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള പദങ്ങൾ നമ്മൾ നോക്കി വെക്കണം. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ്? 55-ാമത്തതാണ് മുടിയേറ്റ്. അടുത്തത് കാലക്രമം അനുസരിച്ച് എഴുതുക, അത് 56-ാമത്തതാണ്. ഓപ്ഷൻ സി ആണ്. അതായത് രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്തം. അടുത്തത് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറയാം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയുന്ന സാഹചര്യത്തിൽ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. മറന്നുപോയത് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്നത്. അതായത് മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നവർക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നേഹപൂർവ്വം ആ പദ്ധതി. അടുത്തത് 58-ാമത്തത് ചേരുംപടി ചേർക്കാനായിട്ടാണ്. അത് ബി ആണ് ആൻസർ. അതായത് 1, 2 കേരളശ്രീ വൈക്കം വിജയലക്ഷ്മി. അടുത്തത് 2-ാമത്തത് 1 കേരളപ്രഭ ഓംചേരി NN പിള്ള. അടുത്തത് 3-ാമത്തത് 4 അതായത് കേരള ജ്യോതി MT വാസുദേവൻ നായർ. അടുത്തത് 4-ാമത്തത് 3 പത്മശ്രീ. പത്മശ്രീ ആർക്കാണ്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് പത്മശ്രീ കിട്ടിയത്. ഈ ചെറുവയൽ രാമന്റെ ഒരു കഥ നമുക്ക് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ട്. ചെറുവയൽ രാമന്റെ ഒരു കഥ പഠിക്കാനുണ്ട് 7ാം ക്ലാസ്സിൽ. നമ്മളത് ടെക്സ്റ്റ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ കറക്റ്റ് ആണോ ഒന്നുകൂടെ നോക്കട്ടെ. 1, 2 കേരളശ്രീ വൈക്കം വിജയലക്ഷ്മി. 2-ാമത്തത് 1 കറക്റ്റ് ആണ്. അടുത്തത് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ്. കമ്പ്യൂട്ടറിന്റെ അതായത് നമുക്ക് പെടുന്നത് പറയാം. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്, അത് 3ഉം ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടുന്നതാണ്. അടുത്തത് PDF-ന്റെ പൂർണ്ണരൂപം. PDF-ന്റെ പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് PDF-ന്റെ പൂർണ്ണരൂപം. അടുത്തത് IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണെന്നാണ്. അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? വെബ് ബ്രൗസറിന് ഉദാഹരണം സഫാരി. അടുത്തത് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനി ആണ് ഗൂഗിളിന്റെ പുതിയ, അത് അന്നത്തെയാണ് AI സംവിധാനം ജെമിനി. അടുത്തത് ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണെന്നാണ്. ഏത്? വോയൂറിസം ആണ് അതിന്റെ ആൻസർ. നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നതിന് കുറ്റകൃത്യം. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണെന്നാണ്. അധികാരപരിധി എത്രയാണ്? 50 ലക്ഷം രൂപ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അത് തെറ്റായിരുന്നു, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണെന്നാണ്. എത്രയാണ്? 5 ആണ്. ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ. അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നു. അത് രണ്ടും ശരിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണെന്നാണ്. ഇത് മാത്രമേ ലഭിക്കത്തുള്ളൂ. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, അതായത് ബാക്കി കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളവ ഇല്ല. ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ലഭിക്കത്തില്ല, അതൊന്നും ലഭിക്കത്തില്ല. ഇനി മാത്സ് ആണ്. മാത്സ് നമുക്ക് ചെയ്ത് നിങ്ങൾ നോക്കി വെക്കണേ. ഇതിൽ ചെയ്തു തരാനായിട്ട് പറ്റത്തില്ല. മാത്സിന്റെ ഒരു ക്ലാസ് വേറെ എടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് മാത്സ് ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പൊ ഞാൻ എന്തായാലും ആൻസർ പറഞ്ഞേക്കാം. 71ാമത്തത് മാത്സിന്റെ ആൻസർ ബി ആണ്. 71ാമത്തത്. 72ാമത്തത് എ ആണ്. 73ാമത്തത് ഡി ആണ്. 74ാമത്തത് സി ആണ് ആൻസർ. 75ാമത്തത് 600 ആണ്. 76ാമത്തത് ബി ആണ്. അല്ല, 76ാമത്തത് സി ആണ് ആൻസർ. 77ാമത്തത് 35 ആണ് ആൻസർ. 78ാമത്തത് എ ആണ് ആൻസർ. 79ാമത്തത് സഹോദരൻ. അടുത്തത് 80ാമത്തത് സി ആണ്. അടുത്തത് 81ാമത്തത് പിന്നെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 81ാമത്തത് ഒരുപാട് ഡിലീഷൻ വന്നിട്ടുള്ള ഒരു എക്സാം ആണ്. 82ാമത്തത് ഞാൻ പറയാം. ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോവിങ് സെന്റൻസസ്. അതായത് എ ആണ് ആൻസർ. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട്സ് എ സർപ്രൈസ്. അതാണ് ശരിയായത്. അടുത്തത് സെലക്ട് ദ സെന്റൻസസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വി വെയർ ആൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. അടുത്തത് 84ാമത്തത് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. അതിന്റെ ആൻസർ വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. അടുത്തത് 85ാമത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോവിങ് സെന്റൻസസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതിന്റെ ആൻസർ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ് സിനോണിം ഫോർ അബണ്ടന്റ്. അതിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് വാട്ട് ഈസ് ദ ബെസ്റ്റ്. ഇതും ഡിലീറ്റഡ് ആണ്. ഒരുപാട് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ്. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ്. ഡിസ്കോർഡന്റ്. അതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഇതാണ് ഓപ്പോസിറ്റ്. അടുത്തത് സെലക്ട് ദ വേർഡ് ഹാർമോണിയസ്. ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കോർഡന്റ്. അടുത്തത് ഞാൻ ഇംഗ്ലീഷ് ഒക്കെ വേറൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു BFAയുടെ അതിന്റെ കൂടെ എടുത്തു തരുന്നതായിരിക്കും. അടുത്തത് സെലക്ട് ദ വേർഡ് ഈസ്. അല്ലെങ്കിൽ ഇതും കൂടെ പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആകും ഈ ക്വസ്റ്റ്യൻ പേപ്പർ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ്. എഫിമെറൽ. അതിന്റെ എന്താണ്? സിമിലർ വേർഡ് ആണ് ടെമ്പററി. അതാണ് ശരി. ഫൈൻഡ് ദ വൺ വേർഡ് ഏതാണെന്നാണ്. ഇതാണ് ആൻസർ. ഫ്ലോറിമാനിയ. ക്രൈസ് ഫോർ ഫ്ലവേഴ്സ് ഫ്ലോറിമാനിയ. അടുത്തത് ശരിയായ പദം എഴുതുക. 91ാമത്തത് ശരിയായ പദം എഴുതുകയാണ്. ശരിയായ പദം ഉദ്ഘാടനം ആണ് ശരിയായ പദം. അടുത്തത് ഭാഗികം വിപരീതം ഏതാണെന്നാണ്. ഭാഗികം വിപരീതം സമഗ്രം. അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഒറ്റപ്പദം ഏതാണെന്നാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. അടുത്തത് നിഹാരം. നിഹാരത്തിന്റെ പര്യായപദം ഏതാണ്. മഞ്ഞ്. അടുത്തത് ഡിലീറ്റഡ് ആണ്. ഒരുപാട് ഡിലീറ്റഡ് വന്നിട്ടുണ്ട് ഇതില്. 96ാമത്തത് കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. ഇതാണ് അതിന്റെ അർത്ഥം. അടുത്തത് പ്രൊസീഡിങ്സ്. ശരിയായ മലയാള പരിഭാഷ ഏത്. പ്രൊസീഡിങ്സ് നടപടിക്രമം. അടുത്തത് വാക് പ്ലസ് മയം ചേർത്ത് എഴുതുക. വാക് പ്ലസ് മയം വാങ്മയം. അടുത്തത് അവൻ പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതുക എന്താണ്. അ പ്ലസ് അന്നാണ് അവൻ. അടുത്തത് പൂജക ബഹുവചനം ഏതാണെന്നാണ്. പൂജക ബഹുവചനം ആചാര്യർ. ഇതാണ് പൂജക ബഹുവചനം. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. മാത്സിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 8 മണിക്ക് നമ്മുടെ VFAയുടെ ബാക്കി ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.